വ്യക്തമായിട്ടുണ്ട്. ഒരൊറ്റപ്പിടിത മതി. ജീവൻ മരണ പോരാട്ടമാണ്. വടത്തെ AK-47 ആക്കണം. നല്ല പിറകിലേക്ക് ശിവപ്രസാദും സംഘവും, ചിന്നനും പോരാളികളും, സുർജിയും സംഘവും, അനീഷും അധികായനും, സച്ചിനും സമസ്ത പോരാളികളും, വല്ലയും വീരനും, രഞ്ജുവും രാജകീയമായ പോരാളികളും. എന്നാൽ ഇത് നോട്ടിയാണ്. ഏറുകൊണ്ട കടന്നൽ കുട്ടികളെ പോലെ, വെട്ടേറ്റ സിംഹക്കുട്ടികളെ പോലെ, വെട്ടിക്കൊണ്ട ചീറ്റ പുലികളെ പോലെ, കൂട്ടത്തിൽ ചെന്നക്രമിക്കുന്ന ചെന്നായ കുട്ടങ്ങളെ പോലെ, പാറിപ്പറക്കുന്ന രാഗിപ്പറക്കുന്ന ചമ്പരത്തിനെ പോലെ ഈ നാട്ടിലവരുണ്ട്. പരപ്പച്ചാൽ നല്ല പിറകിലേക്ക് ഒറ്റപ്പിടിത മതി. നല്ല മണികണ്ഠൻ വന്നെടുക്ക. കാറും കോളും നിറഞ്ഞ രാത്രിയുടെ യാമത്തിൽ ഉയർന്നു പൊങ്ങി താഴ്ന്നു പൊങ്ങുന്ന തിരമാലകളെ വകഞ്ഞു മാറ്റി ചെറുവഞ്ചിയിൽ ആഴക്കടലിന്റെ കാതുകയിലേക്ക് ഒരു അരയൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മനോധൈര്യം കൊണ്ടാണ്. നിങ്ങൾ 7 പേരുണ്ട്, 7 പടയാളികളുണ്ട്. ഒരു വഞ്ചിക്കാരൻ വഞ്ചി തുഴയുന്ന ലാഘവത്തോട് നല്ല പിറകിലേക്ക് രഞ്ജു അടൂര്, നല്ല പിറകിലേക്ക് ഒറ്റപ്പിടിത ഗിരീഷ് കോട്ടപ്പാറ, ഒറ്റപ്പിടിത നല്ല നല്ല നല്ല. ഇത് രാജകീയമായ പോരാട്ടമാണ്, അഭിമാന പോരാട്ടമാണ്. നിനക്ക് പിറകിൽ ഈ 6 പേരുണ്ടെന്ന് തോന്നിത്തുടങ്ങിയാൽ നീ ഒരു യുദ്ധം ജയിക്കും. ഈ 6 പേർക്ക് മുന്നിൽ നീ ഒരുത്തനുണ്ടെന്ന് തോന്നിത്തുടങ്ങിയാൽ നീ 1000 യുദ്ധം ജയിക്കും. മുരളിയുടെ ശബ്ദമിതാ ഉയരുകയാണ്, മുരളിയുടെ ശബ്ദം ഉയരുകയാണ്. ഇനി കാഹളം മുഴങ്ങുകയാണ്. കാണികളൊന്ന് കൈയടിച്ചു കൊടുക്കുക. അവസാന മാച്ചാണ്. രാഹുൽ നല്ല ആരവങ്ങൾ നിലയ്ക്കാത്ത പോരാട്ടഭൂമികയിലേക്ക് ഇതാ അമ്പുകൊണ്ട് ഏത് പോരാട്ടവും നയിക്കാൻ കൽപ്പുള്ളവൻ. പക്ഷേ അടവിന്റെ 1000 ബ്രഹ്മാസ്ത്രങ്ങളും ആവമാണിയിൽ നിറച്ച് മികവിന്റെ പടക്കള മടക്കി വരച്ച് ധർമ്മവും അധർമ്മവും കോർവിളി മുഴക്കിയ കുരുക്ഷേത്ര ഭൂമിയിൽ എങ്ങനെ യുദ്ധം നടന്നു